മേ ബി ആൻഡ് മേ ബി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് തന്നെ, സ്പെല്ലിങ്സും ഒന്ന് തന്നെ. ഇവ രണ്ടും ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയെപ്പറ്റി പറയുമ്പോഴാണ്. പിന്നെ എന്താ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം നമുക്ക്. മേ ബി എന്നത് ഒരു സിംഗിൾ വേർഡാണ്. നോക്കൂ, അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു സിംഗിൾ വേർഡ് ആണ്. പിന്നെ അത് ഒരു ആഡ്വേർബ് ആണ്. പക്ഷേ മേ ബി എന്നത് ഒരു വേർബ് ആണ്. അത് ഒരു സിംഗിൾ വേർഡ് അല്ല. മേ ബി എന്നതിൽ മേ എന്നത് മോഡൽ വേർബും ബി എന്നത് മെയിൻ വേർബും ആണ്. ഇവ രണ്ടും ഒരു സെൻറ്റൻസിൽ വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലാണ് വ്യത്യാസം. ആദ്യം നമുക്ക് മേ ബി നോക്കാം. ഇറ്റ് വിൽ റെയിൻ ടുമോറോ. നാളെ മഴ പെയ്യും. ഇത് നമുക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ പറയാം. നാളത്തെ കാര്യം നമ്മൾ എങ്ങനെയാണ് അങ്ങനെ ഉറപ്പിച്ച് പറയുക? നാളെ മഴ പെയ്യും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഉറപ്പൊന്നുമില്ല, അതൊരു സാധ്യത മാത്രമാണ്. അപ്പോൾ നമുക്ക് പറയാം മേ ബി ഇറ്റ് വിൽ റെയിൻ ടുമാറോ. ഇറ്റ് വിൽ റെയിൻ ടുമാറോ എന്ന് പറഞ്ഞാൽ വളരെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. മേ ബി ഇറ്റ് വിൽ റെയിൻ ടുമാറോ എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യത മാത്രമായി മാറി. നമുക്ക് അത്രയ്ക്കൊന്നും ഉറപ്പില്ല. അപ്പോൾ നാളെ മഴ പെയ്യുമായിരിക്കാം എന്നായി മാറി. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഹീ സ്മാർട്ട്. അവൻ സ്മാർട്ട് ആണ്. ഇത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അവൻ സ്മാർട്ടായ കുട്ടി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹീ സ്മാർട്ട്. അങ്ങനെ ഉറപ്പില്ലെങ്കിലോ മേ ബി ഹീ സ്മാർട്ട് എന്നാക്കാം. അപ്പോൾ അവൻ സ്മാർട്ടായ കുട്ടിയായിരിക്കാം, അവൻ സ്മാർട്ടായിരിക്കാം എന്നായി. ഒരു കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് വിശന്നിട്ടാവും ആ കുട്ടി കരയുന്നത് എന്ന്. അപ്പോൾ നമ്മൾ എന്താ പറയുക? ദ ചൈൽഡ് ഈസ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിശന്നിട്ടാണ് എന്ന് നമ്മൾ അങ്ങോട്ട് ഉറപ്പിച്ചു. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് പറയേണ്ടത് മേ ബി ദ ചൈൽഡ് ഈസ് ഹംഗ്രി എന്നാണ്. ദ ചൈൽഡ് ഈസ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ അത് വളരെ ഉറപ്പായ ഒരു കാര്യമാണ്. പക്ഷേ മേ ബി ദ ചൈൽഡ് ഈസ് ഹംഗ്രി എന്നായാൽ കുട്ടി കരയുന്നത് വിശന്നിട്ടാവും, ആ കുട്ടിക്ക് വിശന്നിട്ടാവും എന്നായി. ഇനി നമുക്ക് മേ ബി എന്ന വേർബിൻ്റെ ഉപയോഗം നോക്കാം. മേ ബി എന്നത് 2 വേർഡ്സ് ഉണ്ട് അതിനകത്ത്. അത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആ ഒരു സെയിം സെൻറ്റൻസ് തന്നെ എടുക്കാം. മേ ബി ദ ചൈൽഡ് ഈസ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും എന്നാണ്. ഇത് മേ ബി എന്നത് ഈ സെൻറ്റൻസിൽ മാറ്റി എഴുതാൻ നമുക്ക് നോക്കാം. മേ ബി ഉപയോഗിക്കാം ആ സെൻറ്റൻസിൽ. ദ ചൈൽഡ് മേ ബി ഹംഗ്രി എന്നായി. അപ്പോഴും സെയിം മീനിങ് തന്നെയാണ്. കുട്ടിക്ക് വിശക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ്. ഇവിടെ മേ എന്നത് മോഡൽ വേർബും ബി എന്നത് മെയിൻ വേർബും ആണ്. മേ ബി ദ ചൈൽഡ് ഈസ് ഹംഗ്രി. അതുപോലെ ദ ചൈൽഡ് മേ ബി ഹംഗ്രി. മേ ബി ഹീ സ്മാർട്ട്. ഹീ മേ ബി സ്മാർട്ട്. രണ്ടും സെയിം മീനിങ് തന്നെ. ഇനി കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. ഹീ ഡാഷ് ദ നെക്സ്റ്റ് പ്രസിഡൻറ്റ്. ഇവിടെ മേ ബി എന്നാണോ വേണ്ടത്, മേ ബി എന്നാണോ വേണ്ടത്? അവൻ നെക്സ്റ്റ് പ്രസിഡൻറ്റ് ആകും എന്നാണ് ഇവിടെ. അപ്പോൾ ഹീ മേ ബി ദ നെക്സ്റ്റ് പ്രസിഡൻറ്റ്. വേറൊരു സെൻറ്റൻസ്, ദ വെദർ ഡാഷ് ടെറിബിൾ ടുമാറോ. നാളത്തെ കാലാവസ്ഥ വളരെ ടെറിബിളായിട്ടുള്ള ഒന്നായിരിക്കും എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒന്നായിരിക്കും. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? ദ വെദർ മേ ബി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഡാഷ് വി വിൽ ഹാവ് എ ടെറിബിൾ വെദർ ടുമാറോ. നാളെ ഒരു ടെറിബിളായിട്ടുള്ള ക്ലൈമറ്റ് തന്നെ ആയിരിക്കും, ഒരു നല്ല കാലാവസ്ഥ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ മേ ബി ആണോ മേ ബി ആണോ വേണ്ടത്? മേ ബി. മേ ബി വി വിൽ ഹാവ് എ ടെറിബിൾ വെദർ എന്നാണ് വേണ്ടത്. നെക്സ്റ്റ് എക്സാമ്പിൾ, മേരി ലുക്സ് ടയേർഡ് ഡാഷ് ഷീ ഡിഡ്ന്റ് സ്ലീപ്പ് വെൽ ലാസ്റ്റ് നൈറ്റ്. മേരി വളരെ ടയേർഡായിട്ട് തോന്നുന്നു. മേ ബി ഷീ ഡിഡ്ന്റ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അവൾ ലാസ്റ്റ് നൈറ്റ് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല.
സാധാരണ മേ ബി ഉപയോഗിക്കുന്നത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു.